നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ വളരെ കോമൺ ആയിട്ടുള്ളതും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, സ്ത്രീകളിലെ രക്തസ്രാവം അഥവാ സ്ത്രീകളിലെ ബ്ലീഡിംഗ് എന്നുള്ള വിഷയമാണ്. ഇന്നത്തെ 1 മണിക്കൂർ സമയം തീർച്ചയായും എല്ലാ സ്ത്രീകൾക്കും വളരെ ഇൻഫർമേറ്റീവ് ആയിരിക്കും. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ SY ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ അരുമനയും ഉള്ളൂരുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളിലെ രക്തസ്രാവം അഥവാ സ്ത്രീകളിലെ ബ്ലീഡിംഗ് എന്നുള്ള വിഷയമാണ്. അപ്പോൾ നിങ്ങളുടെ TV സ്ക്രീനിൽ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് പോകാം. ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു തുടങ്ങാം. ഡോക്ടർ, ഈ സ്ത്രീകളിലെ രക്തസ്രാവമാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണ രക്തസ്രാവം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്ത് തുടങ്ങുന്നത് ഒരു പീരീഡ്സ് വരുന്ന പ്രായം തൊട്ട് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉള്ള രക്തസ്രാവം അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സ്ത്രീകളുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് രക്തസ്രാവം. പല ഘട്ടങ്ങളിലും മിക്കവാറും എപ്പോഴും അത് നോർമൽ തന്നെ ആയിരിക്കും. പിന്നെ ചില ഘട്ടങ്ങളിൽ അത് അസുഖങ്ങളുടെ ഭാഗമാണ്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആ കുട്ടിയെ നമ്മളെല്ലാം കണ്ട് എല്ലാം നോർമലാണ് എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാകും. അപ്പം ശരിക്കും അത് വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു അതിശയമായിട്ട്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഇപ്പോഴേ ബ്ലീഡിങ്, ജനിച്ചല്ലേ ഉള്ളൂ, ഇതൊരു 10-13 വയസ്സ് 12-13 വയസ്സൊക്കെ ആയിട്ട് വരാനുള്ള കാര്യമല്ല, ഇപ്പോഴേ എന്ത് ബ്ലീഡിങ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവരും പാനിക് ആവാറുണ്ട്. പക്ഷെ അത് ഒന്നും പേടിക്കേണ്ട കാര്യമല്ല. മിക്കവാറും 100% സന്ദർഭങ്ങളിലെന്ന് നമുക്ക് പറയാം. പിന്നെ വളരെ ചുരുക്കം ചില കുഞ്ഞുങ്ങളിൽ ഈ രക്തം ക്ലോട്ട് ചെയ്യുന്ന സംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്തത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുടെ ഒരു ലക്ഷണം ആവാം അത്. പക്ഷെ അത് വളരെ 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 റെയറാണ്. അപ്പോൾ സാധാരണ നോർമലായിട്ട് ഈ അമ്മയുടെ ശരീരത്തിലിരിക്കുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പം ഗർഭപാത്രത്തിൽ ശരീരത്തിലുള്ള ഹോർമോണൊക്കെ കുഞ്ഞിനും അതിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ ആ ഹോർമോൺ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയ രീതിയിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ആദ്യത്തെ ആഴ്ചകളിൽ. ആദ്യത്തെ ഒരാഴ്ചയിലൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതിന് സാധാരണഗതിയിൽ ഒരു ചികിത്സ ആവശ്യമില്ല, തനിയെ തന്നെ അത് സബ്സൈഡ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ പോലും നമ്മൾ പാനി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞാൽ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഗർഭപാത്രമൊക്കെ നോർമലാണ് എന്ന് കാണിക്കുന്നതാണ് ഈ ബ്ലീഡിങ്, അല്ലാതെ അത് അസുഖമൊന്നും അല്ല എന്ന് നമ്മളവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ പോലും അത് ഒരു അസുഖം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെൺകുഞ്ഞിനെ ജനിച്ചുടനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും വരണമെന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പോലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഡോക്ടർ. ഇതിപ്പോ നമ്മൾ ജനിച്ച കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് പെൺകുട്ടികളുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വളരെ ദീർഘകാലം കൂടെയുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എപ്പോഴാണ് ഈ പറഞ്ഞ ഒരു ബ്ലീഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്തസ്രാവം എന്ന് പറയുന്നത് നോർമലി ഏത് ഏജിലൊക്കെയാണ്? സാധാരണ പെൺകുട്ടികളിൽ ഒരു 11 മുതൽ 15 വയസ്സ് വരെ ആകുമ്പോഴാണ് രക്തസ്രാവം തുടങ്ങുന്നത്. നമ്മൾ മാസമുറ എന്ന് പറയുന്നത് കുഞ്ഞ് മെനാർക്കിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായെന്ന് നമ്മൾ പറയുന്ന ആ ഏജിലാണ് നമുക്കുണ്ടാകുന്നത്. 11 മുതൽ 15 വയസ്സ് വരെയുള്ള സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. അതിന് മുമ്പായിട്ട് അവളുടെ ശരീരഘടനയിൽ ധാരാളം മാറ്റങ്ങൾ വരും. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരും. പിന്നെ നമ്മുടെ യോനിഭാഗത്തും കഷങ്ങളിലുമൊക്കെ ഹെയർ ഗ്രോത്ത് വരും. നമ്മൾ ടിലാർക്കി നടുനാർക്കി എന്നൊക്കെ പറയും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് ഈ ഏജിന് മുമ്പ് വരുന്ന കുട്ടികളുണ്ട്, നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊരു 10 വയസ്സിന് മുമ്പേ ഉണ്ടായാലേ അത് പ്രിക്കോഷ്യസ് ആണ്, എന്തോ ഹോർമോണൽ പ്രശ്നം ഉണ്ടെന്ന് തീരുമാനിക്കും. പക്ഷേ ഇപ്പോൾ അത് 8 വയസ്സോളം ആകുമ്പോഴേ ചില കുട്ടികൾക്ക് കാണാറുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. പല 8 വയസ്സായ കുട്ടികൾക്കും ഇപ്പോൾ 50-60 കിലോ വെയിറ്റുള്ള കുട്ടികളുണ്ട് ആ ഏജിൽ. അപ്പോൾ അത്രയും വെയിറ്റൊക്കെ വയ്ക്കുമ്പോൾ വരുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരുന്നത്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നെ കാരണമാവാം. പക്ഷെ നമ്മളത് തടയാനായിട്ട് എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്രായത്തിലെ തന്നെ
ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് വളരെ ആവശ്യമാണ്. പണ്ടത്തെ ആ ജീവിത രീതി മാറിയതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലാ കുട്ടികൾക്കും വരുന്നതല്ല. എന്നാലും നോർമലി നമ്മൾ മെനാർക്കി എന്ന് പറയുന്നത് കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അണ്ടോൽപാദനം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഓവറീസ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകുന്നത് നമ്മൾ യൂട്രസിലാണ്, താഴ്ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ കൺട്രോളെല്ലാം നമ്മളുടെ ബ്രെയിനിലാണ്. അപ്പം നമ്മൾ നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, യൂട്രസ്, ഓവറി അങ്ങനെ ഒരു ആക്സിസ് തന്നെയുണ്ട്. അപ്പോൾ ആ ആക്സിസ് മെച്ചർ ആകുന്ന സമയത്താണ് നമുക്ക് ഈ മെനാർക്കി. അത് പറഞ്ഞാൽ അതിനൊരു പ്രായപൂർത്തി വരും. അല്ലാതെ യൂട്രസിൽ മാത്രമല്ല, ഇതിങ്ങനെ ഒരു ചെയിനാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അവിടെ നിന്നെല്ലാം ഉള്ള ഹോർമോണിൻ്റെ ഇഫക്റ്റ് വന്നാണ് യൂട്രസിൽ വന്ന് അത് ആക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അത് സാധാരണ നമുക്ക് വരുന്നത് 11 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിന്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഹലോ, ഡ്രോപ്പായി പോയോ? ഹലോ, കട്ടായിപ്പോയി. ഡോക്ടർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ, അപ്പം ഈ 11 to 15 ഇയേഴ്സിന് ഇടയ്ക്കാണ് ഈ പറയുന്ന ഒരു മെനാർക്കി നോർമലി തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ തുടങ്ങുന്നത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്നു. സമയമാവാതെ പ്യൂബർട്ടി ആയി പോകുന്നു. അതെ ഡോക്ടർ, അത് എത്ര ഏർലി വരെ ഇതുവരെ ഇപ്പൊ ഡോക്ടറിന്റെ ഒരു നമ്മളിപ്പോ ശരി, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് 10 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 9 വയസ്സിന് മുമ്പ്, ഇപ്പോൾ അത് 8 വയസ്സാക്കിയിട്ടുണ്ട്. എന്ന് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 8 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്കും വരുന്നത് നോർമലായിട്ട് ആവാം. പക്ഷെ അത് ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ അപ്പോഴേ നേരത്തെ തന്നെ കൊച്ചു കുട്ടികളിലും നമ്മൾ അമിതാഹാരവും എക്സർസൈസില്ലായ്മയും അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒഴിവാക്കണം എന്നുള്ളതിൻ്റെ ഒരു സൈനാണിത് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്കി ഗ്രോത്തിനെയൊക്കെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കാം, ഹൈറ്റ് വയ്ക്കുന്നതിലുമൊക്കെ നേരത്തെ വരുമ്പോൾ. അപ്പോൾ അതെല്ലാം നേരത്തെ ബോൺ ഗ്രോത്തൊക്കെ നേരത്തെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ ഹൈറ്റ് വരാം, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മളിപ്പോൾ അത് ഒരുപാട് സ്ട്രെസ് ചെയ്ത് നമ്മൾ സ്കൂളുകളിലും എല്ലായിടത്തും നമ്മൾ ഈ അവയർനെസ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സർസൈസ് ആവശ്യമാണെന്നും, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് ഇതായി കഴിയുമ്പോഴേ വീട്ടിന് പുറത്തിറക്കാൻ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ന്യൂസുകളിലൊക്കെ കാണുന്ന പീഡനങ്ങളും അതെല്ലാം കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും സ്വന്തം വീട്ടിലെ ആളുകളെ പോലും നമ്മൾ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളെ പോലും നമുക്ക് ഏൽപ്പിച്ചിട്ട് ഒരിടത്തും പോകാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഡോക്ടർ, ഞാൻ ഒന്നുകൂടി ഇടപെടുന്നു. നമ്മുടെ കോളർ റെഡിയാണെന്ന്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരതി, എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകളിലെ രക്തസ്രാവം ആണ്, അഥവാ സ്ത്രീകളിലെ ബ്ലീഡിംഗ്. നമ്മളോടൊപ്പം ഉള്ള ഡോക്ടർ ലീലാമണിയാണ്, യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ചോദിച്ചോളൂ ചോദ്യം. പറയൂ. പറഞ്ഞോളൂ. ഇപ്പം എല്ലാരും ഇങ്ങനെ ബ്ലീഡിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ബ്ലീഡിംഗ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് സംശയം. കൊച്ചു കുട്ടികൾ വരെ ഇങ്ങനെ എനിക്ക് ബ്ലീഡിംഗ് ആണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ 1 മാസത്തില് 2 തവണ വരുന്നതാണോ, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ബ്ലീഡിങ് എന്ന് പറയുന്നത് ചുമ്മാ വരുന്ന ഒരു രക്തസ്രാവമാണ്. ഇപ്പം എത്ര വയസ്സുള്ള ആളായത്? എനിക്കിപ്പോൾ 30. അപ്പം മാസമുറ വരുന്നതും ബ്ലീഡിങ് തന്നെയാണ്. ഇപ്പം ബ്ലീഡിങ്ങിൽ ഏതാണ് നോർമൽ, ഏതാണ് കുഴപ്പമുള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലീഡിങ് എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. പ്രായമായി കഴിഞ്ഞാൽ എല്ലാ മാസവും വരുന്ന മാസമുറ സമയത്ത് ബ്ലീഡിങ് തന്നെയാണ് ഉണ്ടാകുന്നത്. ബ്ലീഡിങ്ങാണ് അതിൻ്റെ ലക്ഷണം. പക്ഷേ ആ ബ്ലീഡിങ്ങിന് പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ബേസിക്കായിട്ട്. ഇപ്പോൾ ഒരിക്കൽ നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാസമുറ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ എല്ലാ മാസവും ഉണ്ടാകുന്ന ബ്ലീഡിങ്ങാണ്. അത് സാധാരണ അതൊരു സൈക്ലിക്കലാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ശരിക്കും നമ്മൾ 100% നോർമൽ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞ് വരുന്നതും അല്ലെങ്കിൽ 35 ദിവസത്തിനുള്ളിലുണ്ടാകുന്നതാണ് നമ്മൾ 100% നോർമൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാം പറയുന്ന പോലെ ഒരു കാര്യങ്ങളും നമുക്ക് 100% ജീവിതത്തിൽ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ 21 ദിവസത്തിന് മുമ്പ് വന്നാൽ 21 ദിവസം മുമ്പ് വന്നാലും 35 ദിവസത്തിൽ ലേറ്റ് ആയാലും എല്ലാ അസുഖം ആവണമെന്നില്ല. അത് ചില സന്ദർഭങ്ങളിൽ അത് അസുഖമായിരിക്കാം
എന്നുള്ളതാണ്. പിന്നുള്ളത് ഈ ബ്ലീഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ. നമ്മൾ ബ്ലീഡിങ് ഒരാളിന് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഒരു 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ആവും, ബ്ലീഡിങ് നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കാതെ അത് നീണ്ടുപോയാലും അത് ബ്ലീഡിങ് അത് പ്രശ്നമുള്ളതാണ്. 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോയാൽ. പിന്നെ ഈ 3 മുതൽ 7 ദിവസം വരെയാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. നമ്മൾ അമിതമായിട്ട് ഒരുപാട് പാഡുകൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ ബ്ലഡ് ലോസ് വന്നാൽ അതും പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ബ്ലീഡിങ് എന്ന് പറയാം. അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, നമ്മൾ വിചാരിക്കുന്ന ദിവസത്തിന് മുമ്പ് ഉണ്ടാകുന്നത്, നമ്മൾ വിചാരിക്കുന്ന ദിവസം കഴിഞ്ഞാലും വരാതിരുന്നിട്ട് പിന്നെ വരുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്. അപ്പോൾ ഇതെല്ലാം നോർമൽ അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഓക്കെ ആരതി, ചോദിച്ചോളൂ. ഈ പീരിയഡ് സമയത്തെ ഡോക്ടർ ഒരു 10 ദിവസമൊക്കെ മുന്നോട്ട് നമുക്ക് ആവുന്നതിന് അതെന്തെങ്കിലും പ്രശ്നമുള്ളതാണ്? മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം 28 ദിവസത്തിൽ വന്നില്ല, 38-40 ദിവസം ആയിട്ടാണ് വരുന്നത് അല്ലേ? അങ്ങനെയല്ല ഡോക്ടർ, ഇപ്പൊ ഡേറ്റിന് മുമ്പ് ഒരു 10 ദിവസമൊക്കെ മുന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ ഡേറ്റിന് മുമ്പ് അതാ ഞാൻ പറഞ്ഞത്. 21 ദിവസത്തിന് മുമ്പ് ആണ് വരുന്നതെങ്കിൽ ഡോക്ടറെ കണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. ഒരിക്കൽ ബ്ലീഡിങ് ഉണ്ടായാലും നമുക്കൊരു 21 ഡേയ്സിന് മുമ്പ് വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ 28 ± 7 ഡേയ്സ് ആണ്. അതിൽ നിന്ന് 7 ദിവസം കുറച്ചാൽ 21, കൂട്ടിയാലും 35. ഇപ്പോൾ 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയിലാണെങ്കിലാണ് നമ്മൾ 100% നോർമൽ എന്ന് എടുക്കുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വ്യതിയാനങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നു. ഇപ്പം വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് അങ്ങനെ വന്നെന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കൊണ്ടുവരാം, നമുക്ക് റെസ്റ്റ് ഇല്ലാത്തപ്പോൾ വരാം, ഉറക്കമില്ലായ്മ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ചിലപ്പം ഡേറ്റിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നെന്നിരിക്കും. അല്ലാതെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് നോക്കണം എന്താണ്. ഓക്കെ ആരതി, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ മാറി വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈല് കുട്ടികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഡോക്ടർ പറയണം. ഇപ്പം നേരത്തെ ഉണ്ടാവുന്ന പ്യൂബർട്ടിക്ക് ഒരു റീസൺ. അപ്പം ഡോക്ടർ, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കുള്ളൊരു ചോദ്യം, ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, 8, 9 വയസ്സുള്ളത് കുട്ടികളാണ്. അവരെ വലിയവരായിട്ട് സങ്കല്പിക്കുക എന്ന് പറയുന്നത് പേരൻസിനും എളുപ്പമല്ല, മറ്റുള്ളവർക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. പല കുട്ടികൾക്കും അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാതെ അവർ ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ പോകുന്നത്, അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് സ്ട്രെസ്ഫുൾ ആണ്. അതെ. അപ്പോൾ ഡോക്ടർ, എൻ്റെ ചോദ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് പേരൻസ്, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസ്, ഈ പറഞ്ഞ പോലെ 8-9 വയസ്സുള്ള പെൺകുട്ടികളുടെ അമ്മമാർ, അച്ഛന്മാർ, അവരെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഒന്ന്? അല്ല, നമ്മൾ ഇപ്പോൾ എല്ലാ കുട്ടികളും, എല്ലാ അമ്മമാർക്കും കുട്ടികളൊക്കെ നല്ല കുറച്ച് തടിച്ച് വണ്ണിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അമിതമായിട്ട് ഫുഡ് ശരിക്കും ആവശ്യമില്ല. പിന്നെ ഉള്ളത്, നമുക്ക് എല്ലാ ഫുഡും സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് ഈ ചെറുപ്രായമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, അവർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ കൊടുക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഫുഡിലോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മിക്ക കുട്ടികൾക്ക് ഇഷ്ടമാണ് പൊറോട്ട, ചിക്കൻ ഫ്രൈ. അത് തന്നെ നമ്മൾ 3 നേരം അവർക്ക് കൊടുക്കരുത്. നമ്മൾ ഒരു ഫുഡിലെല്ലാം വരണം, ബാലൻസ്ഡ് ഡയറ്റ് വരണം, വെജിറ്റബിൾസ് വരണം, ഫ്രൂട്ട്സ് വരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോദിക്കുന്ന നമ്മൾ കൊടുക്കാതിരിക്കേണ്ട. അത് എല്ലാ ദിവസവും അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം മിക്സഡായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്, മിതമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അമിതമായിട്ട് ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ അത് വീണ്ടും അത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഗ്രോത്ത് പെട്ടെന്ന് അവർ ഒബീസാവും. ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏജ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ. അത് ശരിക്കും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്ത്യയെ പോലുള്ള കൊച്ചു രാജ്യങ്ങളിലെല്ലാം അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ എനർജി നമ്മൾ അകത്തോട്ട് ഫുഡ് കഴിച്ചെടുക്കുമ്പോൾ അതിനെ ബേൺ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പുറത്തോട്ട് കളയണം. അതിൻ്റെ ഉള്ള മാർഗം എന്ന് പറയുന്നതാണ് എക്സർസൈസ്. അപ്പോൾ ഈ എക്സർസൈസ് ഇല്ലായ്മ വരുമ്പോൾ ഇത് നമ്മൾ തിന്നുന്നതെല്ലാം ഫാറ്റായിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ബോഡിയിൽ ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ വന്നിട്ടാണ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഉള്ളത് ഇന്നത്തെ കുട്ടികളുടെ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. അത് ഒബീസിറ്റി ഉണ്ടാക്കാനും ഒരു ഫാക്ടറാണ്. പിന്നെ ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ. ഉറക്കത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കുട്ടികൾ രാത്രി അസമയത്തോളം ഇരുന്ന് മൊബൈലിൽ കളിക്കുകയും അങ്ങനെ ഇരുന്നിട്ട് രാവിലെ കിടന്ന് ഉറങ്ങും. എന്നിട്ട് രാവിലെ ചാടി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമായ ഫുഡാണ്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അതിന് പകരം പിന്നെ വൈകിട്ടെല്ലാം വന്നിട്ട് ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹോം കുക്ക്ഡ് ഫുഡാണ് നമ്മൾ നല്ലതെന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ പേരൻസൊക്കെ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ യങ് ഏജിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് പിന്നെ അത് നമ്മുടെ ഭാവിയിലോട്ട് മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ അഡോളസൻസ് എന്ന് പറയുന്നൊരു കാലഘട്ടം അതിലേക്കാണ് നമ്മൾ ഇനി ചർച്ച ചെയ്ത് വരേണ്ടതല്ലേ. അപ്പം എപ്പോഴാണ് ഒരാളെ ഒരു അഡോളസൻസിലേക്ക് കടന്നു എന്ന് പറയുന്നത്? ആ സമയത്തെ ഈ പറഞ്ഞ ഒരു രക്തസ്രാവം എങ്ങനെയാണ് അവരെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്തുന്നത് ഒന്ന് പറയാമോ? നമ്മൾ ശരിക്കും 10 മുതൽ 19 വയസ്സ് വരെയാണ് അഡോളസൻ്റ് ഏജായിട്ട് വെച്ചിരിക്കുന്നത്, 10 to 19 years. അപ്പോൾ ഈ ഏജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സ്പീഡാണ്, ഗ്രോത്തിനും ഒരു സ്പീഡാണ്, അവരുടെ ചിന്തകൾക്കൊരു സ്പീഡാണ്, അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു സ്പീഡാണ്, എല്ലാത്തിനും ഒരു നല്ല സ്പീഡുള്ള ഒരു സമയമാണ്. സ്പീഡെന്ന് പറഞ്ഞാൽ നല്ല എനർജിയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് വരാതെ നോക്കണമെന്നുള്ളത് അതുപോലെ പ്രധാനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ പല കുട്ടികളും മെച്ചുറാവാൻ തുടങ്ങും. മെച്ചുറായി കഴിഞ്ഞിട്ട് ഈ ബ്ലീഡിങ് പ്രോബ്ലംസ് ഈ ഏജിൽ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരെണ്ണം, നമ്മൾ പറയുന്നത് എന്താണ്, മാസമുറ റെഗുലറായിട്ട് വരണമെന്നുള്ളതാണ്. റെഗുലർ മെൻസ്ട്രുവേഷൻ നമ്മൾ ആ മെനാർക്കി ആയിട്ട് ആദ്യത്തെ 1-2 വർഷം ചിലപ്പോൾ റെഗുലർ ആവണമെന്നില്ല, പിന്നെ അത് മാസം തോറും വരണമെന്ന് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 3 to 7 days ആകുമ്പോൾ ബ്ലീഡിങ് നിൽക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു കാര്യം, അതായത് വളർച്ചാരോഗി അമിതമായിട്ട് രക്തസ്രാവമുള്ള, ഞാനീ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു സ്പീഡാണ്. അപ്പോൾ കുട്ടികൾ തന്നെ ഇത് ശ്രദ്ധിക്കാതെ കൊണ്ട് നടക്കും. ഇപ്പം പിന്നെ ഈ നാപ്കിനും മെൻസ്ട്രുവൽ കപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. അവരതൊക്കെ ഉപയോഗിച്ച് ഇതിനൊരു ശ്രദ്ധ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. വളർച്ചാ രോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കും, അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ആ ഏജിലൊരു എനർജി അവർക്ക് കാണില്ല. അപ്പം ഒരുപാട് കുട്ടികളുണ്ട് വീട്ടിൽ പറയില്ല. അപ്പം വീട്ടിലെ പേരൻസും അത് കുറച്ച് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്, ഇങ്ങനെ എല്ലാ മാസവും പീരീഡ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അത് പറയുമ്പം പീരീഡ് വരാത്ത കുട്ടികളുമുണ്ട്. നമ്മൾ ഈ മാസമുറ എന്ന് പറയുന്നതിൻ്റെ മറ്റേ ഭാഗം അതാണ്. 2 മാസം കൂടുമ്പം, 3 മാസം കൂടുമ്പം, 3, 4, 5 മാസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യണം, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് എവിടുന്ന് വിളിക്കുന്നു? മായ, അവിടുന്ന് വോളിയം പറയുന്ന ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് റേഞ്ചിൽ നിന്ന് സംസാരിക്കാമോ? ഹലോ, കുറച്ചുകൂടെ ഒന്ന് പ്രോപ്പർ റേഞ്ചിൽ നിന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. സ്പീക്കർ ഫോൺ ആണെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് അല്ലാതെ സംസാരിക്കാവോ? ഹലോ, കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകളിലെ ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവമാണ്. ഡോക്ടർ ലീലാമണിയാണുള്ളത്, ചോദിച്ചോളൂ. പീരീഡ് സമയത്ത് ഭയങ്കര സിവിയർ പെയിൻ ആണ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള പെയിൻ ആണ് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. എത്ര വയസ്സുള്ള ആളാണ്? കേൾക്കാം. എത്ര വയസ്സുള്ള ആളാണ്? 28. മാരീഡ് ആണോ? മാരീഡ് ആണ്. കുട്ടികളൊക്കെ ഉണ്ടോ? ഇല്ല. എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? 3.5 വർഷമായി. 3.5 വർഷമായി. അപ്പം എല്ലാ മാസവും പീരീഡ് ഉള്ള ആൾ തന്നെയാണോ, അതോ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇത് ചെറുപ്പത്തിലേ ഉണ്ടോ, അതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണോ? കുഞ്ഞുനാൾ തൊട്ടേ ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര പെയിനാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് ആ സമയത്ത്? മരുന്ന് എന്തെങ്കിലും കഴിക്കാറുണ്ടോ? എന്തെങ്കിലും ഈ മെസ്റ്റോസ്പൈസ് പോലത്തുള്ള ടാബ്ലറ്റ്സ് പണ്ടൊരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് കഴിക്കാറുണ്ട്. അത് കഴിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നുണ്ടോ? മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കൺട്രോളബിൾ ആണ്. അപ്പോൾ ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അസുഖമാവും. സാധാരണയായി പീരീഡിൻ്റെ കൂടെ വരുന്ന ഒരു പെയിൻ ആണ് നമ്മൾ ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്.
അതിന് കുഴപ്പമില്ലാത്തതെല്ലാം മിക്കവാറും അത് നമ്മൾ പെയിൻ കില്ലർ, അത് ബ്ലീഡിങ് തുടങ്ങിയിട്ടായിരിക്കും വരുന്നത്. കുഴപ്പമില്ലാത്ത ഈ പെയിൻ എന്ന് പറയുന്നത് ചിലർക്കത് തുടങ്ങുന്നതിന് 2, 3, 4 ദിവസം മുമ്പേ തുടങ്ങും. ബ്ലീഡിങ് കഴിഞ്ഞാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോഴൊക്കെ വേറെ ചില അസുഖങ്ങളുടെ ലക്ഷണമാണ്. അതായത് ഈ ബ്ലീഡിങ് ഉള്ള സമയത്ത് 1, 2 ദിവസം വരുന്ന പെയിൻ സാധാരണ നമ്മളത് കുഴപ്പമില്ലാത്ത പെയിനായിട്ടാണ് എടുക്കുന്നത്. അത് അവിടെ ഉണ്ടാകുന്ന ചില കെമിക്കൽസ് ഉണ്ടാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കെമിക്കൽസ് അവിടെ ഈ സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു പെയിനാണ്. അത് നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞല്ലോ മെഫ്താൽസ്പാസ് പോലുള്ള മരുന്നുകൾ കഴിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ ഡിസ്മെനോറിയ വേറെ ചില എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങളുടെ ലക്ഷണമായിട്ടും കാണാം. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്ന്. അല്ല ഇതിപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് പുതുതായിട്ട് വന്നതല്ലല്ലോ. പുതുതായിട്ടൊരു ആളിന് വേദന വന്നു കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും ചെക്കപ്പ് ചെയ്ത് നോക്കാൻ പറയും. നേരത്തെ ഉള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് ചെറിയ മരുന്നുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അസുഖമായിട്ട് എടുക്കണ്ട. ആ ദിവസങ്ങളിൽ ആ മരുന്നങ്ങ് കഴിച്ചാൽ മതിയാവും. ഓക്കെ 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 താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ആ കോള് ഡ്രോപ്പായി പോയി, ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ അഡോളസെൻസിനെ കുറിച്ചും അഡോളസെൻസിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ. അപ്പോൾ വിളർച്ചയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം, വിളർച്ചാ രോഗം. അപ്പോൾ വിളർച്ചാ രോഗം ഉണ്ടായിട്ട് നമ്മൾക്ക് പിന്നെ നമ്മൾ അയണെല്ലാം കുറഞ്ഞു പോയി രക്തം അരെ അടയ്ക്കേണ്ട ഗതിയിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ദിവസങ്ങൾ ഒരുപാട് നീണ്ടു പോവുകയാണ്, 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു പോവുക, അല്ലെങ്കിൽ ഈ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, അടുപ്പിച്ചടുപ്പിച്ച് 21 ദിവസം മുമ്പ് വരിക. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അത് പുറത്ത് പറയാതിരുന്നാൽ അത് അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന്. പോളിസിസ്റ്റിക് ഓവർ അത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും നമ്മൾ കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി സ്കാൻ ചെയ്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ തനിയെ പോയി സ്കാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ PCOD നമ്മൾ ഈ ഏജിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു അസുഖമല്ല. നമുക്ക് ലക്ഷണങ്ങളിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അതിന് വരുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, അതും ഈ പറയുന്ന നേരത്തെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി പറഞ്ഞതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഒബീസിറ്റി കൊണ്ടും അമിതമായ വണ്ണം ആവശ്യത്തിലധികമുള്ള നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് ബോഡിയിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സർസൈസ് ഇല്ലായ്മ, അതൊക്കെ പലതും ആഹാരത്തിൽ കൂടെ വരുന്നതുകൊണ്ട്, നമ്മുടെ സെഡൻറ്ററി ലൈഫ് കൊണ്ട് വരുന്നതുകൊണ്ട്, സ്ട്രെസ് കൊണ്ട് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇറഗുലറായിട്ട് നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്നാണ് പീരീഡ് വരുന്നത്. ആ ഒരു കണക്കെല്ലാം തെറ്റി വരും. പിന്നെ അതിന് നമ്മൾ പറയുന്നത് ഇപ്പോൾ പീരീഡ് വന്നില്ലെങ്കിൽ 2 months വരെ പീരീഡ് വരാത്തതിന് നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. 2 months കഴിഞ്ഞുള്ളിൽ ഇപ്പോൾ ഒരു നമ്മൾ 35 days എന്നുള്ളത് ഒരു 45 വന്നാലും കുഴപ്പമില്ല, 2 monthsനുള്ളിൽ വരണം. അല്ലാതെ അത് വീണ്ടും വീണ്ടും ഒരുപാട് ഡിലേഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഗർഭപാത്രത്തിൽ ആവരണത്തിന് കട്ടിവയ്ക്കാനും അങ്ങനെയുള്ള വേറെ പല പ്രശ്നങ്ങൾ, പിന്നെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അത് നിൽക്കാതിരിക്കുകയും, അതെല്ലാം ഒരു ഹോർമോൺ വ്യതിയാനം ഇവിടെ വരുന്നതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് ഈ അഡോളസെൻറ്റിലെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ വിളർച്ച എന്ന് തന്നെ പറയും. വിളർച്ചാ രോഗം വന്നു കഴിഞ്ഞാൽ അത് ബോഡിയെ മുഴുവൻ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിത്തത്തിൽ പുറകിലോട്ട് പോവും, അവരുടെ ലൈഫ് പിന്നെ എന്ന് ഈ പാഡൊക്കെ വെച്ച് നടക്കുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി വരും, പിന്നെ മെൻസ്ട്രൽ ഹൈജീൻ പ്രോബ്ലംസ് വരും. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, ഈ അഡോളസെൻസിൽ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചു, ഇപ്പോൾ എത്രത്തോളം ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുട്ടികൾ ചിലപ്പോൾ പറയാൻ സാധ്യതയില്ല. അപ്പം പ്രത്യേകിച്ച് അമ്മമാർ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ, എല്ലാ മാസവും പെൺകുട്ടികളും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അത് ടീച്ചേഴ്സിന് തന്നെ പലപ്പോഴും മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ കുട്ടി ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു, ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഒരു പഠിത്തത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നു. അപ്പോൾ പലതും ചോദിച്ച് വരുമ്പം അതിൻ്റെ റീസൺ ഇതായിരിക്കും. ഡോക്ടർ, ഈ ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കുമല്ലോ ബ്ലീഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഒരു നോർമൽ സെനാരിയോയിൽ നമുക്ക് ആ ഒരു ബ്ലീഡിങ് പാറ്റേൺ എങ്ങനെ വരെ ആവാം? എപ്പോഴാണ് എക്സസീവ് ബ്ലീഡിങ് എന്ന് ഡോക്ടേഴ്സ് എപ്പോഴാണ് ഒരു ബ്ലീഡിങ് കണ്ടീഷന് പറയുന്നത്? നമ്മൾ 3 to 7 days ആണ് ബ്ലീഡിങ്. അപ്പം 3 days ചിലർക്ക് 2 days കാണത്തുള്ളൂ. അത് നമ്മൾ വലിയ അസുഖമായിട്ട് എടുക്കാം. ഈ 7 days കൂടുതൽ ബ്ലീഡ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ബ്ലീഡിങ് വരുമ്പോൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പാഡുകൾ ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത്.
അങ്ങനെ വരുമ്പം ഒരുപാട് ബ്ലഡ് ലോസ് വരും. അത്രയും നമുക്ക് ക്ഷീണം ഉണ്ടാകത്തക്ക രീതിയിൽ. പിന്നെ നമുക്കതിൽ ടെസ്റ്റുകളെന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിൽ ശരിക്കും പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയത്തക്ക രീതിയിലൊരു നോർമൽ മാസമുറയിൽ വരത്തില്ല. ഇപ്പം നമ്മൾ അയണൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമ്മുടെ നോർമൽ ഫുഡിൽ തന്നെ ഇത് വന്നിട്ട് പീരീഡ് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡി തന്നെ റീകൂപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഹീമോഗ്ലോബിനിൽ ഫോള് വരുന്നുണ്ട് എങ്കിൽ നമുക്കറിയാൻ പറ്റും ആ ബ്ലഡ് ലോസ് എത്രയാണെന്നുള്ളത്. അത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് തന്നെ മനസ്സിലാവും. അത് ഇപ്പോൾ കുട്ടികൾ തന്നെ പറയും ഭയങ്കര ക്ഷീണമാണ്, ഒരുപാട് ബ്ലീഡിങ് വരുന്നത്, എപ്പോഴും പാഡ് മാറ്റേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കും. ഡോക്ടർ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ ബ്ലീഡിങ്ങിൻ്റെ തന്നെ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു നോർമൽ റെഡ് ബ്ലഡാണ് ബ്ലീഡ് ചെയ്ത് പോകേണ്ടത്. ഈ ബ്ലഡിൻ്റെ കളറിൽ വേരിയേഷൻസ് വരിക, തിക്നെസ്സിൽ വേരിയേഷൻസ് വരിക, അങ്ങനെയുള്ള ചില കണ്ടീഷൻസും ചിലർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് അപകടകരമാണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ഒരു നോർമൽ എന്ന് പറയുന്നതെന്നൊന്ന്. നോർമൽ എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോയിങ് ബ്ലഡാണ്, അല്ല ക്ലോട്ട് ചെയ്തല്ല. വലിയ ക്ലോട്ടുകൾ പാസ് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കൂടുതലായിരിക്കും. മനസ്സിലായോ? ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കൂടുതലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പാഡുകൾ ഉപയോഗിക്കുമ്പോൾ ഫ്ലൂയിഡ് ബ്ലഡ് ആണെങ്കിൽ എപ്പോഴും സോക്ക് ചെയ്തുകൊണ്ട് അതൊക്കെ നമുക്ക് അബ്നോർമലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കളറിലുള്ള വ്യത്യാസങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കാറില്ല. ചിലരിപ്പോൾ ബ്ലാക്ക് കളറിലേക്ക്, ഏതാണ്ട് ബ്ലാക്ക് കളറിൽ വരുന്ന, അത് ബ്ലീഡിങ് തീർന്നു വരുമ്പോൾ കുറച്ചൊരു കളർ ഡിഫറൻസിൽ തന്നെയാണ് വരുന്നത്. അത് നോർമലാണ്. പിന്നെ ചിലർക്ക് തുടങ്ങുന്ന ദിവസം ചെറുതായിട്ടേ കാണുള്ളൂ, ബ്ലാക്ക് കളറിലൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടാണ് പിന്നെ ബ്ലീഡിങ് വരുന്നത്. ആ പാറ്റേണിലൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, ഇൻ ബിറ്റ്വീൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ അടുത്ത പ്രഗ്നൻസിയിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ മെൻസ്ട്രുവൽ കപ്പ് ഒരു യുവാക്കളുടെ ഇടയിൽ തരംഗമാണ്. ഒരു തരത്തിൽ അത് നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, ഏതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്? ഇപ്പോൾ മെൻസ്ട്രുവൽ കപ്പാണോ ഓപ്റ്റ് ചെയ്യേണ്ടത്, അതോ നോർമൽ നാപ്കിൻസ് ആണോ എന്നുള്ളത്? അപ്പം ആസ് എ ഡോക്ടറിൻ്റെ ഒരു സജഷൻ, കാരണം ഇപ്പോൾ നാപ്കിൻസിലും ജെല്ല് അങ്ങനെ പലതും അവൈലബിൾ ആണല്ലോ, വിച്ച് ഇസ് മോർ ഹെൽത്തി ഫോർ എ വുമൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ നമുക്ക് സ്ത്രീകൾക്കും കൊടുക്കാം, കുട്ടികൾക്കും കൊടുക്കാം. നമുക്ക് ഏതാണ് സ്യൂട്ട് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളത്. ഏത് ഉപയോഗിച്ചാലും ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് അതിനകത്തെ കാര്യം. അതിപ്പോൾ നാപ്കിൻ ഉപയോഗിക്കുക, തുണി ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ക്ലോത്താണ് ഉപയോഗിക്കാൻ അവർക്ക് കംഫർട്ടബിളാണ്. പലരും ഉണ്ട് നാപ്കിനൊക്കെ അലർജി ഉണ്ട്, നല്ല ക്ലീനായിട്ട് ക്ലോത്ത് ഉപയോഗിച്ച് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അപ്പം എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ഒരുങ്ങുന്നതും പോലെയാണ്, നമ്മുടെ കംഫർട്ടാണ്. അതെ, ഇപ്പം നമ്മൾ എല്ലാ മനുഷ്യരും പല രീതിയിൽ ആണ് അവർക്ക് ഇഷ്ടം അല്ലേ. ഡ്രസ്സ് ചെയ്യുന്നതിനാണെങ്കിൽ ഇപ്പോൾ സാരി ഉടുക്കുന്നവരുണ്ട്, ചുടിദാർ പാൻറ്റ് ഷർട്ടും ഇടുന്നവരുണ്ട്. ഏതിനും നമുക്ക് തടസ്സമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇതും. മെൻസ്ട്രുവൽ കപ്പിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് റീയൂസബിളാണ്, എക്കണോമിക്കാണ്, ഹൈജീനിക്കാണ്. അതുകൊണ്ടാണ് പലരും പ്രിഫർ ചെയ്യുന്നത്. മെൻസ്ട്രുവൽ കപ്പ് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവരത് ഉപയോഗിക്കേണ്ട. പാഡ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ മെൻസ്ട്രുവൽ കപ്പിൻ്റെ വേറൊരു ഗുണം ഡിസ്പോസ് ചെയ്യാനുള്ള ഇതാണ്. നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്ലാറ്റുകളിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഈ നാപ്കിൻസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാലിന്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നാപ്കിൻ തന്നെ പലരും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അത് മാറ്റിയാലേ ഒരു കംഫർട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ഇത് ഒരുപാട് നാപ്കിൻസ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ ഇപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്നവർക്ക് അവർക്ക് ക്ലോത്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ വാഷ് ചെയ്ത് അതിൻ്റെ നമ്മളത് മെൻസ്ട്രുവൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഇൻഫെക്ഷൻ വരാനും ചിലപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് വന്ധ്യതയിലോട്ട് പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഏതാണെങ്കിലും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതാണ് കംഫർട്ടബിൾ, ഇപ്പോൾ കപ്പാണ് എനിക്ക് കംഫർട്ടബിൾ എങ്കിൽ അതൊന്ന് യൂസ്, അല്ല നമുക്കതിനകത്ത് സെലക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ, ഈ മെൻസ്ട്രുവൽ ഹൈജീനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സംശയമുള്ളത്, ഇപ്പം ഈ നാപ്കിൻസ് ആണെങ്കിൽ എത്ര മണിക്കൂറിൽ സ്ട്രിക്ട്ലി ചേഞ്ച് ചെയ്യണം, അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? കാരണം നമ്മൾ ഈ ഹൈജീൻ സ്ത്രീകൾക്ക് പറയുമ്പം ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന ലേഡീസ് അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെച്ചിട്ട് പോയി വൈകിട്ട് അതും അവർക്ക് അത്രേ സോക്ക് ചെയ്യുന്നുള്ള അത്ര ആവശ്യമുള്ളെങ്കിൽ അതിലൊന്നും ഒരു നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും നമ്മളൊരു നിർബന്ധം. പലരും എവറി 6 hours ചേഞ്ച് ചെയ്യണം, 4 hours ചെയ്യണം, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ. അതൊക്കെ നമ്മൾ നാപ്കിൻ അത് നമ്മുടെ പേഴ്സണലാണ്, അതല്ല നമുക്കത്
സ്മെല്ല് തോന്നുന്ന അല്ലെങ്കിൽ അത് ഹൈജീനിക്ക് എല്ലാം തോന്നുന്നെങ്കിൽ മാറ്റട്ടെ. ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ 7th ഡേ ആണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ രാവിലെ വയ്ക്കുന്ന പാഡ് വൈകിട്ടായാലും സോക്കിയില്ല. അവരെപ്പോഴും പോയി പാഡ് മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, എക്കണോമിക് ഉണ്ട്, അതെ അതെ അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊന്നും കാര്യമില്ല. നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്, വാഷ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ 24 hours കൂടുതലൊന്നും വയ്ക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം 12 hours നമ്മൾ പറയുന്നത്. രാവിലെ വെച്ചാൽ വൈകിട്ട് എന്തായാലും മാറ്റി. ഓക്കെ ഓക്കെ ഡോക്ടർ, ഇനി നമ്മൾ ഈ രക്തസ്രാവം തന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്കൊന്ന് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഉള്ള ഒരു രക്തസ്രാവം അത് എങ്ങനെയാണ്? സാധാരണ ഒരു പീരീഡ്സ് നിന്ന് പോകുന്ന ഒരു സമയമാണ്, പക്ഷേ ചിലർക്ക് ബ്ലഡ് സ്പോട്ടിങ്സ് കാണാറുണ്ട്, ആശയക്കുഴപ്പത്തിലെത്താം. അതിനെക്കുറിച്ചൊന്ന് ക്ലാരിറ്റി തരാം. പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പം നമുക്ക് ഇപ്പോൾ 18 ആണല്ലോ, ഏജ് ഓഫ് മാരേജ് 18 ആണ്. ഇപ്പോൾ 18 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, ലൈംഗിക ബന്ധത്തിലുള്ള ഏതൊരാളിനും പ്രഗ്നൻസി ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കല്യാണം കഴിക്കാതെ തന്നെ സെക്ഷൽ ലൈഫിൽ ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം പ്രഗ്നൻസിയുടെ ലക്ഷണം, ആദ്യത്തെ ലക്ഷണമായിട്ട് നമ്മൾ എടുക്കുന്നതും മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പം നമുക്ക് പിന്നെ നമ്മൾ മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്തു, പ്രഗ്നൻസിന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗർഭകാലത്തുണ്ടാകുന്ന ഏത് ബ്ലീഡിങ്ങും നമ്മൾ ആദ്യം അബ്നോർമൽ എന്നാണ് പറയുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ അത് നോർമലാവാം, പക്ഷെ ഗർഭകാലത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് തത്വം. ഗർഭിണിയായിരിക്കുമ്പം ഗർഭിണിയാണ് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളിന് ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ കണ്ടുപിടിച്ച് ആദ്യത്തെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വരുന്ന ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞൊരു ചെറിയ ബ്ലീഡിങ് ഉണ്ട്. ഗർഭം അറിയാതെ പോകുന്നവരുണ്ട് ഈ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. ആ ബ്ലീഡിങ് ചിലപ്പോൾ പ്രശ്നങ്ങളുള്ള ബ്ലീഡിങ് ആവാം, ചിലപ്പോൾ നോർമലായിട്ട് തന്നെ ആദ്യത്തെ 1 മാസത്തിൻ്റെ ഇടയിൽ ചെറിയ സ്പോട്ടിങ് ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഗർഭം ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് ഉണ്ടായാൽ ഡോക്ടറെ കണ്ടത് കുഴപ്പമില്ലാത്തതാണ് എന്ന് നമ്മൾ തിട്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് പലപ്പോഴും ഗർഭം അലസി പോകുന്നതിലോട്ട് പോവാം. അപ്പോൾ അതിനുള്ള ശ്രദ്ധ നമ്മളവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗർഭകാലത്ത് ഏത് സ്റ്റേജിൽ കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ്, പ്രസവിച്ച് കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് വരുന്ന എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ അബ്നോർമലായിട്ട് തന്നെ, ഗർഭിണിക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് തത്വം. ഡോക്ടർ, ഇനി ഈ ഡോക്ടർ പറഞ്ഞു ഗർഭകാലത്ത് ബ്ലീഡിങ് വരാൻ പാടില്ല. അപ്പം അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരു 40s ഒക്കെ കഴിയുമ്പോൾ പലർക്കും ഒരു മെനോപോസിലേക്കൊക്കെ പോകുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഏത് പ്രായം തൊട്ടാണ് മെനോപോസിനുള്ള സാധാരണ സാധ്യതയുള്ളത്? മെനോപോസിൻ്റെ സാധ്യത. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഗർഭകാലത്തെ ബ്ലീഡിങ്ങിൻ്റെ 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗർഭകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഏർലി പ്രഗ്നൻസിയിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ഏർലി പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് ഉണ്ടായത് അത് ചിലപ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഫീറ്റസിൻ്റെ വളർച്ചക്കുറവുണ്ടാകും. എപ്പോഴാണെങ്കിലും നമ്മളത് ഡോക്ടറെ കണ്ട് നമ്മൾ തിട്ടപ്പെടുത്തണമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൻ്റെ വീക്ക്നെസ് കാരണം. ഇപ്പോൾ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചെറിയ ബ്ലീഡിങ് ആയിരിക്കും. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഗർഭപാത്രം വികസിച്ച് ഫീറ്റസ് പുറത്തു പോരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗർഭകാലത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്ന വേറെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ളയിൽ നിന്നുള്ള ബ്ലീഡിങ്. അത് മറുപിള്ള ശരിക്കും പറഞ്ഞാൽ ബേബിയെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ മറുപിള്ള ഗർഭപാത്രത്തിൽ നിന്ന് വിട്ടുമാറാൻ പാടുള്ളൂ, ചേർന്ന് തന്നെ ഇരിക്കും. അതിന് മുമ്പ് വരുന്ന, അത് പ്രത്യേകിച്ചും നമ്മുടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് വരുമോ, നമ്മുടെ വയറിലൊരു ഇടി കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ ഇത് വിട്ടുപോയി ബ്ലീഡിങ് വരാൻ സാധ്യത. പിന്നെയുള്ള അതിൻ്റെ പൊസിഷൻ കൊണ്ടുവരുന്ന ബ്ലീഡിങ്, പ്ലാസൻ്റയിലെ പ്രീവിയ എന്ന് പറയും. അതിരിക്കേണ്ടത് ശരിക്കും ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും വീതിയുള്ള മുകൾ ഭാഗത്താണ് അതിരിക്കേണ്ടത്. താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നാൽ അതുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ബ്ലീഡിങ്ങും കുഞ്ഞിനെയും അമ്മയും ബാധിക്കുന്നു. അതാണ് നമ്മൾ സാധാരണ സ്ത്രീയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, ഫീറ്റസിനെയും ബാധിക്കും. ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാൽ ഫീറ്റസിനെയും ബാധിക്കും ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ഗർഭകാലത്തുള്ള എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ പ്രസവത്തിന് തൊട്ട് മുമ്പ്, പ്രസവവേദന തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ലക്ഷണമായിട്ട് ചെറിയ ബ്ലീഡിങ് ആയിട്ട് വരുന്നുണ്ട്. നോർമലായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ചിലതൊക്കെ നോർമലായിരിക്കും. നോർമലാണോ അബ്നോർമലാണോ എന്ന് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് പലതും സീരിയസ് ഇഷ്യൂസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ തിട്ടപ്പെടുത്തും.
പിന്നെ പറഞ്ഞ മെനോപോസ് ആണല്ലേ, മെനോപോസിൻ്റെ കാര്യം. ഇതിൻ്റെ മെനോപോസിൻ്റെ പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ഇതാണ്, നമുക്കിപ്പോൾ ഇതൊരു സീസണാണ്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വരും, പോസ്റ്റ്പോൺ ചെയ്യാൻ, നമ്മൾ പീരീഡ് മാറ്റി വയ്ക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം ഹോർമോണാണ്. അതെ അതെ. മറ്റത് നമ്മുടെ നോർമൽ ഹോർമോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ തുടങ്ങി അത് ഓവറിയിൽ വന്ന് യൂട്രസിൽ വന്ന് അങ്ങനെ വന്നിട്ട് വരുന്ന ഒരു ബ്ലീഡിങ്. ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഹോർമോൺ മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ഒരു പീരീഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പല സ്ത്രീകളും കാണിക്കുന്ന ഒരു അബദ്ധം എന്ന് തന്നെ പറയാം, എപ്പോഴെങ്കിലും ഒരു ഡോക്ടറുടെ ഇന്ന് ഒരു മരുന്ന് എഴുതി മേടിക്കും. ഇങ്ങനെ ഒരു പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വന്നുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരിക്കൽ ഡോക്ടറെ ഇന്ന് എഴുതി വാങ്ങിയിട്ട് പിന്നെ ഒരാവശ്യം വന്നാൽ ഇത് തന്നെ കഴിക്കും. അത് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പലരും ഈ മരുന്നുകൾ തിന്നുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് പ്രഗ്നൻസി ആവാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസി തുടരാൻ വയ്യാത്ത കണ്ടീഷനിൽ. അപ്പോൾ അവർ ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ ഈ മരുന്ന് വാങ്ങി കഴിക്കരുതെന്നുള്ളത്. അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവർ, ബ്ലീഡിങ് ഇങ്ങനെ പ്രശ്നമുള്ളവർ തന്നെ ഡോക്ടറെ കണ്ട് ഒരു പ്രാവശ്യം ചെക്കപ്പൊക്കെ ചെയ്ത് മരുന്ന് എഴുതി, പിന്നെ അവരുടെ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. ബ്ലീഡിങ്ങിനുള്ള ചില മരുന്നുകൾ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതുണ്ട്, ഹെവി ബ്ലീഡിങ് ഒക്കെ. പക്ഷേ ഈ ഹോർമോൺ മരുന്നുകൾ ഒരിക്കലും തന്നെ ചെയ്ത്, അപ്പോൾ ഒരു ഡോക്ടർ കൊടുക്കുമ്പോൾ അവർ ആ സൈക്കിളിൻ്റെ ഏത് ഭാഗത്താണ്, അവർക്ക് ഏത് തരം ബ്ലീഡിങ് ആണ്, തന്നെ ഈ ഹോർമോൺ മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്, മരുന്ന് കഴിക്കുമ്പോൾ ബ്ലീഡിങ് നിൽക്കും, മരുന്ന് നിർത്തുമ്പോൾ ബ്ലീഡിങ് വരും. ഇങ്ങനെ തന്നെ തോന്നിയ പോലെ തിന്ന് ഭയങ്കര വളർച്ചാ രോഗമായിട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഡോക്ടർ എഴുതി തന്ന മരുന്ന് തന്നെയാണ്. പക്ഷെ ഡോക്ടർ എഴുതി കൊടുക്കുന്നത് അതവർ ഏത് സ്റ്റേജിൽ കഴിക്കണം, എത്ര ദിവസം കഴിക്കണം, അതെല്ലാം വ്യത്യാസമുണ്ട്. കാൽക്കുലേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ത്രീകളുടെ രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് യാന ഹോസ്പിറ്റലിലെ ലീലാമണി ഡോക്ടറാണ്. സംസാരിച്ചോളൂ. ഹലോ മാഡം. പറയും മാഡം, എന്റെ പേര് അൽഫോൻസ. എനിക്ക് 35 ഇയേഴ്സ് ഉണ്ട്. എനിക്ക് സാധാരണ എനിക്ക് ഒരു 3 to 4 ഡേയ്സ് പീരീഡ് ആകാറുണ്ട്. പക്ഷെ ഇതിന്റെ പീരീഡ് ആകുമ്പോഴത്തേക്കും ബ്ലഡ് കുറച്ച് നല്ല കട്ടയായിട്ട് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് അനീമിയ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? 3 to 4 ഡേയ്സേ കാണുള്ളൂ അല്ലേ ബ്ലീഡിങ്? 3 to 4 ഡേയ്സ്. ചിലപ്പോ നമുക്ക് പീരീഡ് ആവുന്നത് ഒരു 7 ഡേയ്സ് ലേറ്റ് ആയിട്ട് അങ്ങനെ ആകാറുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് നല്ല കട്ടയിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഇല്ല. ആ ഒരു 3-4 ദിവസത്തിൽ നിൽക്കുന്ന ബ്ലീഡിംഗ് ആണ്. അത് 1-2 പ്രാവശ്യം കട്ടയായിട്ട് പോയെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അനീമിയ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വളർച്ച വരാൻ സാധ്യതയില്ല. പിന്നെ ഈ പീരീഡിൽ അങ്ങനെ കൂടുതൽ പോകണമെന്ന് അറിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അയണൊക്കെ കൂടുതലുള്ള ആഹാരമൊക്കെ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ആഹാരങ്ങളിൽ നമ്മൾ കൂടുതൽ അയണുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത പീരീഡിന് മുമ്പ് തന്നെ മിക്കവാറും എല്ലാ സ്ത്രീകളിലും അത് ശരിയാവും. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല, വളർച്ച ഉണ്ടാവില്ല. ഇത് 7 ദിവസം അനീമിയ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ? 7.3. അപ്പോൾ 7.3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെന്നുള്ളതാണ്. അത് അനീമിയയ്ക്ക് കാരണം ബ്ലീഡിങ് മാത്രമല്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേം ഇൻഫെസ്റ്റേഷനാണ്, വര. അപ്പോൾ എപ്പോഴും അനീമിയ ഉണ്ടാകുമ്പം വിരയ്ക്കുള്ള മരുന്നും കഴിക്കണം, കഴിച്ചിട്ട് അയൺ കഴിക്കണം. അയൺ കഴിക്കുമ്പോൾ അത് ശരിയാവുകയാണ്. പിന്നെ അടുത്ത പീരീഡിൽ അത് കുറയുന്നില്ലെങ്കിൽ മിക്കവാറും അത് വിരയുടെ പ്രശ്നം കൊണ്ടായിരിക്കും, ബ്ലീഡിങ് തന്നെ കൊണ്ടാവണമെന്നില്ല. അപ്പോൾ അമിതമായിട്ട് ബ്ലീഡിങ് അങ്ങനെ വന്ന് ബ്ലഡ് കുറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നുള്ളത് നേരത്തെ അനീമിയ ഉള്ള ഒരാളിന്, നേരത്തെ നമുക്ക് രക്തം കുറഞ്ഞിരിക്കുന്ന ആളിന് 1 മാസം തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായാലും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീമോഗ്ലോബിൻ താണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ 1 മാസം വരുന്ന ഇങ്ങനെ 3-4 ദിവസത്തിനുള്ളിൽ നിൽക്കുന്ന ബ്ലീഡിങ്, അല്ലെങ്കിൽ 1 ദിവസമൊക്കെ
ഹെവി ആയിട്ടുണ്ടായാൽ പോലും അനീമിയ വരേണ്ട കാര്യമില്ല. നമ്മുടെ ബോഡി തന്നെ അത് ശരിയാക്കി എടുക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നേരത്തെ തന്നെ ഞാൻ ചോദിച്ചു തുടങ്ങിയതായിരുന്നു, ഈ മെനോപോസ് ആണല്ലോ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ 40 കഴിയുമ്പോഴാണ് തുടങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മെനോപോസ്? ഏത് പ്രായം തൊട്ട് സ്ത്രീകൾക്ക് മെനോപോസ് വരാം? ഏതൊക്കെ തരത്തിലാണ് മെനോപോസിലേക്ക് എത്തുന്നത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അത്. ഇപ്പോൾ ഒരു നമ്മൾ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു, പ്രഗ്നൻസി ആയി ഒരു ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പം ഈ മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമം എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് പീരീഡ് ഉണ്ടാവില്ല എന്നാണ്. സാധാരണ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 45 to 55 ഇയേഴ്സാണ്. 45 വരെ നമുക്ക് പീരീഡ്സ് വരാമെന്നുള്ളതാണ്. 45 to 55 ഇയേഴ്സാണ്. ഈ 45 to 55 എന്ന് പറഞ്ഞാൽ മുൻപ് കാലങ്ങളിൽ അത് ക്ലോസ് ടു 45 ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 45, 46, 47. പക്ഷേ ഇന്ന് ക്ലോസ് ടു 55 ആണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യതിയാനങ്ങളാണ്. ഇന്ന് ഒരുപാട് പേർക്ക് 50 കഴിഞ്ഞാലും 52, 53 ഒക്കെ കഴിഞ്ഞാലും നമ്മൾ നോക്കിയാൽ അവർക്ക് അസുഖമൊന്നും കാണത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഏജ് ലേറ്റ് മെനോപോസ് എന്ന് പറയുമ്പോൾ അത് ഒരു 55 നിന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഏർലി മെനോപോസും ഉണ്ട്. അത് നമ്മൾ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ, നമ്മുടെ ഓവറിയിലെ ഫങ്ഷൻ നേരത്തെ നിന്ന് പോകുന്നു, അതും പ്രശ്നമാണ്. നേരത്തെ നിന്ന് പോയാൽ ആ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അതുകൊണ്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നം. ഡോക്ടർ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 40s സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ അതെന്തോ പ്രശ്നത്തിൻ്റെ നേരത്തെ നിന്ന് പോയാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു 40 കഴിഞ്ഞ ഒരാൾ 45ൻ്റെ ഇടയിലൊക്കെ വന്നാൽ നമ്മൾ അന്വേഷിക്കും അവരുടെ പേരൻസിന് അങ്ങനെയായിരുന്നു. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഫാമിലിയിലായിട്ട് അങ്ങനെ നേരത്തെ വരാം. പക്ഷെ അത് നിന്ന് കഴിഞ്ഞിട്ട് അവർക്ക് വലിയ ഹോർമോൺ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈസ്ട്രജനൊക്കെ കുറഞ്ഞു പോയിട്ടുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. നേരത്തെ നിന്ന് പോയാൽ നേരത്തെ പിന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ വളരെ ഫ്രീക്വൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനൊരു തടയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുഴ, അത് കുറച്ച് രോഗികളുടെ ഭാഗത്തൊന്നും അതിൻ്റെ ഒരു ഇതുണ്ട്. ചെറിയ മുഴ വരുമ്പോൾ തന്നെ ഇപ്പോഴേ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു പ്രശ്നം വരില്ലല്ലോ എന്നൊരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു ഓർഗൻ തന്നെയാണ് യൂട്രസും അണ്ഡാശയവും ഒക്കെ തന്നെ. നമ്മൾ എടുത്തു കളയുമ്പം നമുക്കത് ഒരുപാട് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളത് പലരും അത് മനസ്സിലാക്കില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് രീതികളും ഓപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ മതി. നമ്മൾ ആലോചിക്കുന്നത് ഈ തൊല്ല. പിന്നെ ഈ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡിസ്ട്രെസ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പറയുന്നത് എൻ്റെ അമ്മമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് വന്നാണ് പിന്നെ ക്യാൻസർ ആയത്. അത് നമുക്കത് വരണമെന്നില്ല. അത് നമ്മൾ അതിനകത്ത് ഒരു ചെറിയ ശതമാനം ബ്ലീഡിങ് ഉണ്ടാകുന്നവർക്ക് പിന്നെ ക്യാൻസർ വരുമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹൈഡ്രോജനിക് അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലായിട്ട് അതിനെ നമ്മളൊരു മെനോപോസ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂട്രസ് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഏറ്റവും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ മെനോപോസിന് മുമ്പുള്ള ഒരു സ്റ്റേജുണ്ട്, പെരി മെനോപോസ് എന്ന് പറയും. മെനോപോസിലോട്ട് പോകുന്ന വഴി, അവിടെ ഈ ഹോർമോൺ വ്യതിയാനം വരുമ്പം നമുക്ക് അണ്ടോൽപാദനമൊന്നും കറക്റ്റ് അല്ലാതെ വരികയും അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസും ഉണ്ട്. നമ്മുടെ മാസമുറയിൽ ധാരാളം വ്യതിയാനങ്ങൾ കാണാറുണ്ട്. വ്യതിയാനം കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മാസം കൃത്യമായി മാസമുറ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് 2-3 മാസം വരാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മാസമുറ ഉണ്ടാവുക, ആ മാസമുറ ഭയങ്കര അമിതമായിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലായിട്ട് തന്നെ സ്ത്രീകൾക്ക് വരും. അപ്പോൾ ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നുള്ളത് ഗർഭപാത്രത്തിലെ അസുഖങ്ങൾ, ഇപ്പോൾ ഫൈബ്രോയിഡ് പോലുള്ള മുഴകൾ, അണ്ഡാശയത്തിലെ അസുഖങ്ങൾ, ഓവേറിയൻ ട്യൂമേഴ്സ്. അപ്പം അങ്ങനെയുള്ള പലതിനും അതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് സാധാരണ അല്ലാത്ത രക്തസ്രാവമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഗർഭപാത്ര മുഖത്തെ ക്യാൻസറുകൾ. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെക്കപ്പൊക്കെ ആവശ്യമുള്ള ഒരു സമയം തന്നെയാണ് ഈ ഒരു 40 to 55 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ വരുന്ന നമ്മുടെ മാസമുറയിൽ അല്ലെങ്കിൽ രക്തസ്രാവത്തിൽ വരുന്ന വ്യതിയാനങ്ങളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും അസുഖങ്ങളാവാം. അത് നമ്മൾ കണ്ടുപിടിക്കണം. അസുഖങ്ങളാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ഒരു മാസത്തിലല്ല അത് ഫ്രീക്വൻ്റായിട്ട് തന്നെ പിന്നെയും നമുക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും.
അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെയും ഈ വിളർച്ചാ രോഗം ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്തൊക്കെ പോകുന്നവരുണ്ട്. ഇതിനെല്ലാം ഉപരി നമുക്ക് സിസ്റ്റമിക്കായിട്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന രക്തത്തിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ കരൾ രോഗങ്ങൾക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്കും അത് യൂട്രസിൽ നിന്നുള്ള ബ്ലീഡിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ നമുക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെനോപോസ് 45 to 55 ഇയേഴ്സാണ്. അപ്പോൾ 55 അടുത്താലും മെനോപോസ് ആകുന്നില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചെക്കപ്പ് ചെയ്ത് നോക്കണം. ഇപ്പോൾ രക്തസ്രാവം എന്ന് പറയുന്നത് എപ്പോഴുണ്ടായാലും ശരിക്കും ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ദ്രാവകമാണ്. അപ്പോൾ അതിൽ വരുന്ന വ്യതിയാനം, അതിൻ്റെ ലോസ് കൊണ്ട് നമുക്കൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത് മൊത്തമായിട്ട് ബാധിക്കും, നമ്മുടെ ഹോൾ ബോഡിയെ ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചെക്കപ്പ് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, ഈ മെനോപോസ് ഡോക്ടർ സൂചിപ്പിച്ചു 45-നും 55-നും ഇടയിലാണ് ഒരു ഹെൽത്തി മെനോപോസ് എന്ന്. ഇപ്പം ഈ ഏർലി മെനോപോസിലേക്ക് വരുന്ന ചില സാഹചര്യങ്ങളും ഡോക്ടർ സൂചിപ്പിച്ചല്ലോ. ഈ ഏർലി മെനോപോസ് സംഭവിക്കുന്ന സ്ത്രീകളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനോ കാരണം നേരത്തെ സൂചിപ്പിച്ച ഹോർമോണാണ് എല്ലാം, നമ്മുടെ ഒരു സ്ത്രീയുടെ ലൈഫിനെ ബാലൻസ് ചെയ്യുന്നത് തന്നെ ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണല്ലോ ഈ മെനാർക്കി ഉണ്ടാക്കുന്നത്, മെനോപോസിലേക്ക് എത്തിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ലൈഫിനെ, അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്? ഏർലി മെനോപോസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള ചില ലക്ഷണങ്ങൾ സ്ത്രീക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും. ഹോർമോദ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈനെസ്, നമുക്കൊരു ഉന്മേഷമില്ലായ്മ, ഒരു സ്ത്രീത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ, സൗന്ദര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെ സെക്ഷുവൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഉള്ളവരുണ്ട്, സെക്ഷുവൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെല്ലാം നോക്കി കുഴപ്പം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയും എൻ്റെ മെയിൻ സാധനം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസാണ്. നമ്മുടെ ഡയറ്റിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഡയറ്റ് കഴിക്കുക, എക്സർസൈസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മെനോപോസ് പീരീഡ് നിൽക്കുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് അമിതമായിട്ട് വണ്ണം വയ്ക്കും, ഒബീസിറ്റി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മാനസികമായിട്ട് മെൻ്റലി ഡിപ്രഷനൊക്കെ വരുന്നവരുണ്ട്. ഈ ഇതെല്ലാം നിന്ന് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രിമച്ചറായിട്ട് വന്നാൽ. പിന്നെ മെനോപോസ് വന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ചില അസുഖങ്ങളുടെ ഒരു ലക്ഷണമാകും. പിന്നെ മെനോപോസിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗർഭകാലത്ത് വരുന്ന ബ്ലീഡിങ് നമ്മൾ ഒരിക്കലും നോർമലെന്ന് എടുക്കരുതെന്ന് പറഞ്ഞ പോലെ മാസമുറ നിന്നിട്ട് വരുന്ന ബ്ലീഡിങ്, പ്രത്യേകിച്ചും 1 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിങ് മിക്കവാറും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാ ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നോക്കും. എന്തെങ്കിലും ക്യാൻസർ പോലെയോ അല്ല വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധനകൾ ചെയ്ത് നോക്കേണ്ടത്. മെനോപോസിന് ശേഷവും ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ബ്ലീഡിങ് മിക്കവാറും എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാവാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഡോക്ടർ, ഈ സ്ത്രീകൾക്ക് മെനോപോസ് ആകാൻ പോകുന്നു എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ പല സ്ത്രീകളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മെനോപോസിനാണോ എന്നറിയില്ല, ബ്ലീഡിങ് വരുന്നില്ല, മാസമുറ വരുന്നില്ല, അല്ലെങ്കിൽ 3-4 മാസം ഇടവിട്ട് വരുന്നു. അപ്പോൾ ഇത് വല്ലാത്തൊരു ആശങ്കയിലും പല സ്ത്രീകളെ കൊണ്ട് എത്തിക്കാറുണ്ട്, ഈ കൃത്യമായി 1 മാസം വരാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം മെനോപോസ് ആകാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. മെനോപോസിന് മുമ്പുള്ള സ്റ്റേജാണ് ഈ പെരിമെനോപോസ് എന്ന് പറഞ്ഞത്. ഈ പെരിമെനോപോസിൽ ഈ വ്യതിയാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒന്ന് നമ്മുടെ ഏജ് തന്നെയാണ്, മെയിൻ ഫാക്ടർ നമ്മുടെ ഏജ് തന്നെയാണ്. ഒരു 45 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാസമുറയിൽ വരുന്ന ഈ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് 28 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കൽ പീരീഡ് വന്നുകൊണ്ടിരുന്ന ഒരാളിന് 2 മാസം വരുന്നില്ല, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും വരുന്നു. അപ്പോൾ അവർ വിചാരിക്കും ഈ 2 മാസം വരെ ഇനിയിപ്പോൾ നിൽക്കാനാണോ എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത് പിന്നെ 2 മാസം കഴിഞ്ഞ് വീണ്ടും വരും. അങ്ങനെ ഒരു ഇറഗുലറായിട്ട് തന്നെയാണ് മിക്ക സ്ത്രീകൾക്കും പീരീഡ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇറഗുലാരിറ്റി നോർമലായിട്ട് തന്നെ അങ്ങനെ വരും. അപ്പോൾ നമുക്കത് നമ്മൾ ഏജ് നമുക്കൊരു 45 കഴിയുമ്പോൾ നമുക്കിനി എപ്പോൾ വേണമെങ്കിലും പീരീഡ് നിൽക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ത്രീകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൽ ഇങ്ങനെ ഇറഗുലാരിറ്റി വന്നാണ്. ഇപ്പോൾ ചിലർക്ക് 6 മാസം ഇല്ലായിരിക്കും, 6 മാസം കഴിഞ്ഞ് ഒരു ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വന്നിട്ട് പിന്നെ അതങ്ങ് നിന്നിട്ട് പിന്നെ കുറച്ച് നാളില്ലായിരിക്കും, പിന്നെ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ വരും.
നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത് നോ പീരീഡ്സ് ആഫ്റ്റർ ഫോർ 1 year ആണ്. 1 year ഫുൾ ഇല്ലെങ്കിലേ നമ്മളതിന് മെനോപോസ് എന്ന് തന്നെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വരാനെന്നുള്ളൊരു സാധ്യത. പിന്നെ ഉള്ളത് ഇതിനകത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസി വരുമ്പോൾ പീരീഡ് വരില്ല. പലരും ഈ 45 ഒക്കെ കഴിഞ്ഞവർ വിചാരിക്കും ഇനി നമുക്ക് പ്രഗ്നൻസി ഒന്നും ആവില്ല. അപ്പോൾ അവർ ഗർഭം നിർത്തിയിട്ടില്ല, പ്രസവം നിർത്തിയിട്ടില്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. അവിടെ ഗർഭധാരണത്തിനും ഒരു സാധ്യത ഉണ്ടെന്ന് നമ്മൾ 50 yearsലൊക്കെ വരുന്നുണ്ട് പ്രഗ്നൻസി ആയിട്ട്. അപ്പോൾ അവർ വിചാരിക്കും ഇനി എനിക്ക് ഗർഭിണിയൊന്നും ആവത്തില്ല എന്ന് വിചാരിച്ച് അവരൊരു പ്രൊട്ടക്ഷൻ ഒന്നും എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഗർഭം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുണ്ട് അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും കോളേഴ്സിനും നന്ദി. ഡോക്ടർ നന്ദി. താങ്ക് യു.